ഇത് മാസ് മോട്ടോഴ്സിൽ നമ്മൾ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് പറഞ്ഞില്ലേ, കയറ്റം വലിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് പുഷ് ചെക്കപ്പ്, ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, സ്പീഡോമീറ്റർ ബൾബ് ചെക്ക് ചെയ്യാണ്ട്, പ്രൊട്ടക്ടർ മഫ്ലർ സെറ്റ് ചെയ്യാണ്ട്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വലിയ കുറവിൻ്റെ കേസ് അങ്ങനെ ഒരു മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്തില്ല. നമുക്ക് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകൾ നമുക്ക് കിട്ടിയത്, ഒന്ന് നമുക്ക് ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക് ഗിയർ വീലിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് പോയിട്ടുള്ളൊരു സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഷെയ്ക്ക് ചെയ്യിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും കംപ്ലയിൻറ്റ്സ് ആയിട്ട് അങ്ങോട്ട് തോന്നണില്ല. പക്ഷേ ബാക്ക് സൈഡിൽ നിന്ന് നല്ല ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നണില്ല. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ചില കേസിൽ ഈ BS6 മോഡലിൻ്റെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നമുക്ക് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കിട്ടണമെന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബെയറിങ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടാവും. അത് നമുക്ക് അഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ബെയറിങ് പോയ സൗണ്ട് കൃത്യമായിട്ട് കാണിക്കും. അത് ഒരാൾ ബാക്കിൽ ലോഡ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എടുത്ത് കാണിക്കും. ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ പുറമേ നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല. നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് നോക്കിയാൽ മതി. നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ പുതിയ ടയർ അടക്കണേ, ഹബിനകത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഫുൾ പൊടി കയറി ബ്ലോക്കാണ് കേട്ടോ. എയർ ഫിൽറ്റർ നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കണത് കൊണ്ട് തന്നെ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം. ഈ രണ്ടായിട്ടും നമ്മൾ മാറ്റിയിടണം. കാരണം ഇത് ഓരോ 10,000 കിലോമീറ്ററിലും കൂടുമ്പോൾ നമ്മൾ മാറ്റേണ്ടതാണ്. എയർ ഫിൽറ്ററിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പൊടിയുള്ള ഭാഗത്താണ് വണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ 10,000 എന്നുള്ളത് ചിലപ്പോൾ അതിന് മുമ്പും മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. ഇത് നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്, മാറ്റേണ്ട ടൈമാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അഴിച്ചാണ്. ഈ ക്ലച്ച് ഈ ഭാഗത്ത് നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ്ങാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഉള്ളിൽ മൊത്തം തുരുമ്പാണ്, ഈ ഭാഗത്ത് തുരുമ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. റോളർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ഈ വന്ന V-ബുഷ് P-സെറ്റ് സ്ലൈഡ് എന്ന് പറയാം, ഇത് ഓൾറെഡി ഡാമേജ് ആയിട്ടുണ്ട്. എൻ്റെ ഉള്ളൊക്കെ അടി ഉണ്ട്, പൊട്ടാറായ ഒരു അവസ്ഥയിലേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടേക്കാം. ഏകദേശം ഒരു 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് തന്നെ. പിന്നെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. ഓയിൽ ലീക്കായിട്ട് ഓയിലിൻ്റെ നനവണി കാണണം കേട്ടോ. ഇവിടെ ഓയിൽ സീലും ഈ ഓറിങ്ങും കൂടിയാണ് നമുക്ക് മാറ്റിയിടേണ്ടി വന്നത്. അപ്പോൾ ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ അതിനേക്കാളും ഇവർ ഇതിൻ്റെ ബെൽറ്റാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഫുള്ള് പൊട്ടിയിരിക്കണേ. നിലവിലെ കമ്പനി ബെൽറ്റ് കിടക്കണേ, പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയാൽ മൊത്തത്തിൽ പൊട്ടി വിടാറായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഫുൾ ഡാമേജാണ്. അപ്പോൾ ബെൽറ്റ് ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിൽ 2-3 ദിവസം കൂടി ഓടിയെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി ബെൽറ്റ് പൊട്ടി വഴി കയറ്റേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ നല്ല രീതിയിലുള്ള പൊട്ടൽ വീണിട്ടുണ്ട്. അപ്പോൾ അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിരുന്ന കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. അപ്പോൾ കവറിൻ്റെ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും മാറ്റിക്കഴിഞ്ഞാൽ ലീക്ക് നമുക്കവിടെ കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ വണ്ടി കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നിലവിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ കോമൺ ആയിട്ട് വന്ന കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂവലിൻ്റെ പമ്പിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്, ഫ്യൂവൽ പമ്പിൻ്റെ ഫിൽറ്റർ. അതഴിച്ച് മാറ്റേണ്ട ടൈം ഓൾറെഡി നമുക്ക് ഓരോ 30,000 കിലോമീറ്ററിലാണ് ചെയ്യേണ്ടി വരിക. അത് ചിലത് അതിക്ക് മുമ്പ് വരാറുണ്ട്, ചിലത് കുറേ കൂടി ഓടിക്കഴിഞ്ഞിട്ടൊക്കെയാണ് കംപ്ലയിൻറ്റ് കാണിക്കാറ്. പക്ഷേ നമ്മളൊരു ആവറേജ് കിലോമീറ്റർ ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 കിലോമീറ്ററിലൊക്കെ ഈ ഫ്യൂവലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഫിൽറ്റർ നമ്മൾ മാറ്റിയിടേണ്ടതായിട്ട്, അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി നോക്കാം. വീണ്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലയിൻറ്റ് ആ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ കംപ്ലയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടാമെന്നുള്ളൂ. കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ വണ്ടിയുടെ ആ കംപ്ലയിൻസിൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏകദേശം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടി ഒരു 2-3 കിലോമീറ്ററൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഇപ്പോൾ കയറണമെന്നില്ല, അല്ല സ്ട്രേറ്റ് റോഡാണെങ്കിൽ പോലും ആക്സിലേറ്റർ കൊടുത്തു പോകുമ്പോൾ പെട്രോൾ കിട്ടാത്ത രീതിയിൽ വലിയ കുറവ് പോലെ അങ്ങനെ കാണിച്ച് അങ്ങനെ വന്നതാണ് സാധാരണ രീതിയിൽ വരാറ്. ഇപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ആ കംപ്ലയിൻറ്റ് നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നിലവിൽ നമുക്കിപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഫിൽറ്റർ മാറ്റേണ്ട ടൈം കഴിഞ്ഞ് നിൽക്കണേ, അതും കൂടി ഒന്ന് മാറ്റിയിട്ട് നോക്കാം.
വീണ്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓടിച്ച് നോക്കിയിട്ട് വീണ്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിലേക്ക് പോവാം. ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ആ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിടാം. പിന്നെ ബ്രേക്കിൻ്റെ കേസ്, ബ്രേക്ക് ക്ലിയറായിട്ട് വർക്കിംഗ് അല്ല. അതിൻ്റെ എന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന കേബിളും ബാക്കിലത്തെ കേബിളും, ആ 3 കേബിളുകളും കംപ്ലൈൻ്റ് ആണ്. ഇവിടെ ഫ്രണ്ടിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടറൊക്കെ ഓൾറെഡി പൊട്ടി കിടക്കണേ. ഈ 2 കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയിട്ടുണ്ട്. ബാക്കിലേക്ക് പോകണ ബ്രേക്കിൻ്റെ കേബിൾ ഈ സൈഡ് ഇവിടെയും ഔട്ടർ വലിച്ചിൽ വന്നിട്ടാണ് ബ്രേക്ക് സ്മൂത്ത് അല്ലാത്തതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ബ്രേക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ 3 ബ്രേക്ക് കേബിൾ, അതായത് ബാക്കിലേക്ക് വരുന്നൊരു കേബിളും ഫ്രണ്ടിലേക്ക് പോകുന്ന 2 ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണത് ക്ലിയർ ആവുള്ളൂ കേട്ടോ ബ്രേക്കിൻ്റെ കേസ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ടയർ ചെറിയൊരു തേയ്മാനമുണ്ട്, റൈറ്റ് സൈഡിൽ ഒരല്പം തേയ്മാനം കോമൺ ആയിട്ട് വന്ന കേസാണ്. പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്, അതായിരിക്കും ഒരു പക്ഷേ ഫ്രണ്ട് ബുഷ് എന്ന് പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റേണ്ടി വരും. തൽക്കാലത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ അത് പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, എയർ ഫിൽറ്ററും കൂട്ടത്തേക്കൂടെ പ്ലഗുമാണ് നമുക്ക് മാറ്റി വിടേണ്ടത് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതുമേ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോൾ ഉള്ളതാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നിലവിൽ നോർമൽ രീതിയിൽ കേട്ടോ. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ 8.3 ഇഞ്ചിലേക്ക് വന്നുണ്ട്. 8.3 ഇഞ്ചിലേക്ക് വന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് പോയ കംപ്ലയിൻ്റ് ആണ് കാണിക്കുക. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെ ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൻ്റെ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി കുറവായിട്ടുണ്ട്, ബാറ്ററിയുടെ ആംപിയർ കുറവാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു പ്രശ്നം കാണിക്കാം. ഇപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. ഞാനത് എസ്റ്റിമേറ്റിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല, അന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി. ഇപ്പം നിലവിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് നമുക്ക് ഈ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മളത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിവിടെ ഒരു ഓയിൽ സീലും ഓറിങ്ങും വരുന്നുണ്ട്, ആ ഭാഗം ലീക്കാണ്, അതുകൊണ്ട് നമുക്കത് മാറ്റണം. അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്ലച്ചിന് വരുന്നത് ഈ വി ബുഷ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം പീസെറ്റ് സ്ലൈഡ്, അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേബിളുകൾ 3 എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും, പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ പുറത്ത് തന്നെ ഗ്യാസ്കറ്റർ, അതേപോലെ തന്നെ മൗണ്ട് റബ്ബർ 2, പെട്രോൾ പമ്പിൻ്റെ ഫിൽട്ടർ, പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിലവിൽ അത്ര ആയിട്ടാണ് മെയിനായിട്ടുള്ളത് നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ഈ ഫ്യൂൽ പമ്പൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ താമസം തന്നെ പണിയാണ്. നമുക്ക് തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റിയ പണിയല്ല, അല്പം താമസം തന്നെ പണിയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് സമയം എടുത്തേക്കും കേട്ടോ. പിന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ആ ബെയറിങ്ങിൻ്റെ ഒരു സൗണ്ട് പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ടെസ്റ്റ് ഡ്രൈവ് നടത്താം. 2 ആളിരുന്ന് പോകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലയിൻറ്റ്സ് വീണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റിൽ നമ്മൾ ആ വർക്കിൻ്റെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.